കയർ ബോർഡിൽ മാനസിക പീഡനമെന്ന് പരാതി നൽകിയ ജീവനക്കാരി മരിച്ചു. ക്യാൻസർ അതിജീവിതയായ സെക്ഷൻ ഓഫീസർ ജോളി മധുവാണ് മരിച്ചത്. സെർബ്രൽ ഹെമറേജ് ബാധിച്ച് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഈ സംഭവങ്ങളുടെ പശ്ചാത്തലം എന്താണ്? ഈ മരണം എപ്പോഴാണ് വിഷ്ണു? ഹാഷ്മി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സെർബ്രൽ ഹെമറേജ് ബാധിച്ച് അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ജോളി മധു. കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ക്യാൻസർ അതിജീവിതയായിരുന്നു ജോളി മധു. ഇനി 3 വർഷം മാത്രമാണ് സർവീസ് ഉണ്ടായിരുന്നത്. എന്നാൽ കയർ ബോർഡിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നിലപാട് സ്വീകരിച്ചതിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്ന് തനിക്കെതിരെ പ്രതികാര നടപടി നേരിട്ടു. അതിന്റെ ഭാഗമായി ആന്ധ്രാപ്രദേശിലേക്കൊരു ട്രാൻസ്ഫർ വന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നിലപാട് സ്വീകരിച്ചതാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ആരോഗ്യാവസ്ഥ മോശമായ ഒരാളെ അങ്ങനെ ദൂരസ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാറില്ല. DMOയുടെ അടക്കം ഇവരുടെ ആരോഗ്യ നിലയുമായി ബന്ധപ്പെട്ട് DMO അടക്കം റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷെ അതൊന്നും പരിഗണിക്കാതെയാണ് ആന്ധ്രയിലേക്കുള്ള ട്രാൻസ്ഫർ ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇവർ മാനസികമായി ബുദ്ധിമുട്ടുകൾ നേരിട്ടത്. അതിനുശേഷം പൂർണ്ണമായും സെർബ്രൽ ഹെമറേജ് ബാധിച്ച് തലവേദനയാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ അത് സെർബ്രൽ ഹെമറേജായി മാറുകയായിരുന്നു. അങ്ങനെ ഗുരുതരമായ ആക്ഷേപം കുടുംബം ഈ കൊച്ചിയിലെ കയർ ബോർഡ് മേലുദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇവരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് മരിച്ചത്. എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ്. മരണം കുടുംബം പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ മറ്റ് ഈ വകുപ്പുമായി ബന്ധപ്പെട്ട MSME മിനിസ്റ്റർക്ക് അടക്കമുള്ള ആളുകൾക്കും പരാതി നൽകിയിട്ടുണ്ട്. സെർബ്രൽ ഹെമറേജ് ബാധിച്ച് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ മാനസിക സംഘർഷമൊക്കെ എന്തായാലും മരണത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് ഡോക്ടർമാർ പറയട്ടെ.